എത്രയോ വർഷമായിട്ട് നാമം ചൊല്ലിയിട്ട് ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലതും ചൊല്ലിയിട്ടുണ്ടാവും, എന്നാൽ ഫലം കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? ഓരോ യുഗത്തിലും ഓരോ തരത്തിലാണ് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നത്. നമ്മുടെ ഈ കലിയുഗത്തിൽ നാമജപമാണ് ഏറ്റവും ഉത്തമ മാർഗം അല്ലേ? ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ്. ഈ യുഗത്തിൽ ആരും ഒട്ടും തന്നെ പൂർണ്ണ ശുദ്ധിയുള്ളവരല്ല. ശുദ്ധി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായും എല്ലാം ഈ കാലത്ത് ഒട്ടും തന്നെ ആർക്കും ശുദ്ധിയില്ല എന്നതാണ് സത്യം. ഒട്ടുമിക്ക മന്ത്രങ്ങൾക്കും ഓരോ രീതിയുണ്ട്. അത് പാലിച്ചു വേണം ജപിക്കാനായിട്ട്. കേൾക്കുന്ന എല്ലാ മന്ത്രങ്ങളും നമുക്ക് ജപിക്കാം, പക്ഷേ പൂർണ്ണ ഫലം ലഭിക്കണമെന്നില്ല. എന്നാൽ ചൊല്ലിയതുകൊണ്ട് ദോഷവുമില്ല. ഇനി പറയാൻ പോകുന്നത് തീർച്ചയായും വിശ്വാസപൂർവം ശ്രദ്ധയോടെ ജപമാലയിൽ ജപിച്ചാൽ ഒരു മാസത്തിൽ തന്നെ വ്യത്യാസങ്ങൾ കാണാം. പലതരത്തിലുള്ള ജപമാലകൾ ഇന്ന് നമുക്ക് വിപണിയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തുളസിമാല. എന്നാൽ ഈ തുളസിമാല ഉപയോഗിച്ച് ജപിക്കാനുള്ള അർഹത ഈ കാലത്തിലുള്ള ഒരു മനുഷ്യർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്ക് മനഃശുദ്ധിയുള്ളവരല്ല നമ്മളെപ്പോലെയുള്ള സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യർ. നമ്മളിൽ പലതരത്തിലുള്ള കൈപ്പേറിയ സ്വഭാവവും മനസ്സുമൊക്കെ കാണും. അതിനാൽ ജപിക്കാൻ ഉപയോഗിക്കേണ്ട ജപമാല ആര്യവേപ്പ് കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ്. അങ്ങനെയാകുമ്പോൾ ആ മാല ഉപയോഗിച്ച് ജപിച്ച് നമ്മളിലെ കയ്പൊക്കെ കുറച്ച് കുറയും. മാത്രമല്ല, ജപമാലയിൽ ജപിച്ചാൽ നമുക്ക് നല്ല ശ്രദ്ധ ലഭിക്കും. അതിനാണ് ജപമാല ഉപയോഗിക്കാൻ പറയുന്നത്. കാരണം വിരലിൽ എണ്ണുമ്പോഴൊക്കെ നമുക്ക് മറ്റും പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ലഭിക്കില്ല. ഇനി ഇടയ്ക്ക് പറയലുണ്ട്, എപ്പോഴും വയസ്സായവർക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ് നാമജപം. ഒരിക്കലല്ല, കുട്ടിക്കാലം മുതലേ ജപം ശീലമാക്കണം. എല്ലാവരും നിത്യവും ഒരു തടസ്സം കൂടാതെ നാമം ജപിക്കണം എന്ന് വിചാരിച്ചിട്ട് 24 മണിക്കൂറും നാമം ജപിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം നാമം ജപിക്കണം എന്നതാണ് പറയുന്നത്. ഇതിൽ പറയുന്ന മന്ത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് എങ്ങനെയും ജപിക്കാം. ഒരു മാലയിൽ 108 മുത്തും ഒരു കൃഷ്ണമുത്തും ഉണ്ടാകും. 108 തവണ ജപിച്ചാലാണ് ഒരു മാലയായത്. ഓരോരുത്തരുടെയും സമയം അനുസരിച്ച് നമുക്ക് മാലയുടെ എണ്ണം കൂട്ടാം. ചുരുങ്ങിയത് ഒരു തവണ, അതായത് 108 തവണയാണ് അപ്പോൾ ഒരു മാല എങ്കിലും ജപിക്കണം. കുട്ടികൾക്കും ഇതുപോലെ ജപമാലയുണ്ട്, അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളത്. ഇനി തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരെ ചൊല്ലിപ്പിച്ച് ശീലമാക്കാം. ഇരുത്തി അവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല പറയുന്നത്, ഒറ്റ തവണ. ഈ ജപമാല ഗുരുവായൂരടക്കമുള്ള വലിയ ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കടകളിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. 100 രൂപയോ മറ്റോ വരുള്ളൂ. അത്രയേ ഉള്ളൂ ഈ മാലയുടെ വില. ഇനി ഈ മന്ത്രം കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നാം, ഇത് ഇങ്ങനെയല്ലല്ലോ, അപ്പോൾ ഞാനടക്കമുള്ളവർ നേരെ മറിച്ചാണ് ചൊല്ലിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലേക്ക് ആക്കിയിരിക്കുന്നത് ഈ മന്ത്രജപത്തിന് പ്രത്യേക ചിട്ടകളില്ലാത്തതിനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം, ആർക്ക് വേണമെങ്കിലും ജപിക്കാം എന്ന രീതിയിൽ ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഈ രീതി വന്നിരിക്കുന്നത്. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇത് സാധിക്കുന്നവർ 108 തവണ, അതായത് ഒരു മാല നിത്യവും മുടങ്ങാതെ എല്ലാവർക്കും ജപിക്കാം. ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലം മുഴുവനായിട്ടല്ലെങ്കിലും കുറേശ്ശെയുള്ള ഫലം നമുക്ക് അത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 24 മണിക്കൂറും നാമം ജപിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നമ്മളുടെ സൗകര്യാർത്ഥം വിശ്വാസത്തോടെ ഒരു വട്ടമെങ്കിലും, അതായത് 108 തവണ ഈ നാമം ജപിക്കുക. അതിൻ്റെ വ്യത്യാസവും ഗുണവും നമുക്ക് മനസ്സിലാവും. ഹരേ കൃഷ്ണ.